നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അബുദാബിയിൽ നിന്ന് വയോധിക മരണമടഞ്ഞ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അബുദാബിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് മരുമകളുടെ അടിയേറ്റ് മലയാളി വയോധികയാണ് മരിച്ചത്. അബുദാബി ഗയാത്തിയിലാണ് സംഭവം. ആലുവ കുറ്റിക്കാട്ടുകര സ്വദേശി റൂബി മുഹമ്മദാണ് മരിച്ചത്. അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തുവന്നത്. 63 വയസ്സുകാരിയാണ് റൂബി മുഹമ്മദ്. മരണപ്പെട്ട റൂബിയുടെ മകന്റെ ഭാര്യയാണ് തലയ്ക്ക് അടിച്ചത്. റൂബിയുടെ മകൻ സഞ്ജുവിന്റെ ഭാര്യ ഷജനയാണ് റൂബിയുടെ തലയ്ക്ക് അടിച്ചത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മരിച്ച റൂബിയുടെ മകൻ സഞ്ജു മുഹമ്മദ് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു വിവാഹിതനായത്. ആദ്യം സഞ്ജു മുഹമ്മദ് മാത്രമായിരുന്നു അബുദാബിയിൽ ഉണ്ടായിരുന്നത്. വിവാഹശേഷമാണ് ഭാര്യയെയും മാതാവിനെയും അബുദാബിയിലേക്ക് കൊണ്ടുവന്നത്. റൂബിയും ഷജനയും നിരന്തരം തമ്മിൽ വഴക്കിടാറുണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നും വാക്കുതർക്കം ഉണ്ടായിരുന്നു. വഴക്ക് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. കയ്യേറ്റത്തിനിടെയാണ് റൂബിയുടെ തലയ്ക്ക് അടിയേറ്റത്. അടിയേറ്റ ഉടൻ തന്നെ റൂബിയുടെ തലയിൽ നിന്നും ചോര വാർന്നൊഴുകുകയായിരുന്നു. തലയുടെ പിൻഭാഗത്തായിട്ടാണ് അടിയേറ്റിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. അടികിട്ടിയ ഉടൻ തന്നെ റൂബി ചോര വാർന്ന് മരണപ്പെടുകയായിരുന്നു. റൂബിയുടെ മരണം സംബന്ധിച്ച് അബുദാബി പോലീസിന്റെ അന്വേഷണം തുടർന്നിട്ടുണ്ട്. റൂബിയുടെ മൃതദേഹം ആലുവ കുറ്റിക്കാട്ടുകരയിലെ വീട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറഞ്ഞത്.